ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മൾ CDS എക്സാം 2025 CDS എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ NDA എക്സാമിനും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. CDS എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഫസ്റ്റ് ചാപ്റ്റർ പൊളിറ്റിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിരുന്നു. സെക്കൻഡ് ചാപ്റ്റർ മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ ചെയ്യുന്നില്ല, കാരണം ഞാൻ അത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ കൂട്ടത്തിൽ ആഡ് ചെയ്തേക്കാം. കാണാത്ത എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് വരുന്ന ചാപ്റ്റർ ആണ്. അതായത് ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പോളിറ്റിയിലെ 3ാമത്തെ ചാപ്റ്റർ ആണിത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫോർ ദ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട്, ഓൾസോ നോൺ ആസ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് എന്തെന്ന് അറിയപ്പെടുന്നുണ്ട്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. ഒന്ന് ഓർത്തു വെക്കുക, അതിനു വേണ്ടിയിട്ട് മാത്രമാണ് അത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് സേലിയൻ ഫീച്ചേഴ്സ് എന്ന് നമുക്ക് നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷന്റെ സേലിയൻ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് എഴുതപ്പെട്ട ഭരണഘടനകളിലെ ഏറ്റവും ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് ഇന്ത്യക്കാണ്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓർത്തു വെക്കുക, ഒന്നാമത്തെ സേലിയൻ ഫീച്ചർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒറിജിനൽ ആയിട്ട് 1949 പ്രിയാമ്പിൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിലൊരു പ്രിയാമ്പിൾ ഉണ്ടായിരുന്നു. 395 ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. അതിനെ 22 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്തുണ്ടായിരുന്നു? 8 ഷെഡ്യൂൾസും അതിനകത്ത് ഉണ്ടായിരുന്നു. പ്രസന്റ്ലി 2025 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഒരു പ്രിയാമ്പിൾ ഉണ്ട്. അതുപോലെ തന്നെ 448 ആർട്ടിക്കിൾസ് ഉണ്ട്. അതിനെ 25 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ 12 ഷെഡ്യൂൾസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സാലിയൻ ഫീച്ചർ എന്താണ്? ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒറിജിനൽ ആയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു ടൈമിൽ അതിലൊരു പ്രിയാമ്പിൾ ഉണ്ടായിരുന്നു. 395 ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. 22 പാർട്സ് ഉണ്ടായിരുന്നു. 8 ഷെഡ്യൂൾസ് ഉണ്ടായിരുന്നു. അതുപോലെ പ്രസന്റ്ലി ഇപ്പോൾ 2025 അതിൽ ഒരു പ്രിയാമ്പിൾ ഉണ്ട്. 448 ആർട്ടിക്കിൾസ് ഉണ്ട്. 25 പാർട്സ് ഉണ്ട്. 12 ഷെഡ്യൂൾസ് ഉണ്ട്. ഒന്ന് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ സേലിയൻ ഫീച്ചർ ഏതാണെന്ന് നോക്കാം. അതാണ് ഡ്രോൺ ഫ്രം വേരിയസ് സോഴ്സസ്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പല സോഴ്സസിൽ നിന്ന് കടമെടുത്തിട്ടുള്ള പല ഐഡിയാസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ സ്ട്രക്ചറൽ പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്ട്രക്ചറൽ പാർട്ട് എടുത്തിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 നിന്നാണ്. അതായത് നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 എന്ന്. അപ്പൊ സ്ട്രക്ചറൽ പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എവിടുന്നാണ് എടുത്തിരിക്കുന്നത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫിലോസഫിക്കൽ പാർട്ട് എടുത്തിരിക്കുന്നത്, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSP എന്താണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഇതെല്ലാം എടുത്തിരിക്കുന്നത് എവിടുന്നാണ്? അമേരിക്കൻ ആൻഡ് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. പിന്നെ പൊളിറ്റിക്കൽ പാർട്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പൊളിറ്റിക്കൽ പാർട്ട് എടുത്തിരിക്കുന്നത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. പിന്നെ അതർ പ്രൊവിഷൻസ് ഒക്കെ എടുത്തിരിക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ്? കാനഡ, ഓസ്ട്രേലിയ, ജർമ്മനി, USSR, അതായത് റഷ്യ, ഫ്രാൻസ്, സൗത്ത് ആഫ്രിക്ക, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഒക്കെയാണ്. അപ്പൊ രണ്ടാമത്തെ സേലിയൻ ഫീച്ചർ എന്താണ്? ഡ്രോൺ ഫ്രം വേരിയസ് സോഴ്സസ്. സ്ട്രക്ചറൽ പാർട്ട് എവിടുന്നാണ് എടുത്തിരിക്കുന്നത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935. ഫിലോസഫിക്കൽ പാർട്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എവിടുന്നാണ് എടുത്തിരിക്കുന്നത്? അമേരിക്കൻ ആൻഡ് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എവിടുന്നാണ് എടുത്തിരിക്കുന്നത്? ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ആണ് എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. ഇനി മൂന്നാമത്തെ സേലിയൻ ഫീച്ചർ ഏതാണെന്ന് നോക്കാം. അതാണ് ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. എന്താണ് ഈ ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി? ഇതെന്താന്ന് വെച്ചാൽ റിജിഡ് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു അമെന്റ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ അതായത് ഒരു മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു സ്പെഷ്യൽ പ്രൊസീജിയർ ആവശ്യമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അതിനെ എന്ത് പറയും? റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. പക്ഷെ ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അങ്ങനെ ഒരു ഒരു സ്പെഷ്യൽ പ്രൊസീജിയർ ആവശ്യമില്ല. നമുക്ക് സാധാരണ ഓർഡിനറി ലോസ് ഒക്കെ മേക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ത് പറയുന്നത്? ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? നോൺ റിജിഡ് നോട്ട് ഫ്ലെക്സിബിൾ. അതായത് റിജിഡും അല്ല ഫ്ലെക്സിബിളും അല്ല, പക്ഷെ എന്താണ്? ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. അതിൽ എന്തുണ്ട്? റിജിഡിറ്റി ഉണ്ട്, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതായത് ചില ലോസ് അല്ലെങ്കിൽ അമെന്റ്മെന്റ്സ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ
ഒരു സ്പെഷ്യൽ പ്രൊസീജിയർ അവിടെ ആവശ്യമാണ്. അതുപോലെ തന്നെ ചില അമെന്റ്മെന്റ്സ് കൊണ്ടുവരാനായിട്ട് അവിടെ ഒരു സ്പെഷ്യൽ പ്രൊസീജിയറിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് റിജിഡ്, അതായത് ബോത്ത് റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ മൂന്നാമത്തെ ഫീച്ചർ എന്താണ്? ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, നോട്ട്സ് ഉണ്ട്. CDS എക്സാമിന്റെയും ഇന്ത്യ എക്സാമിന്റെയും നോട്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പെയ്ഡ് നോട്ട്സ് ആണ്, പക്ഷെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ്. ഈവൻ വേറൊരു ടെക്സ്റ്റ് പോലും വാങ്ങേണ്ട ആവശ്യമില്ല. അതുപോലെ എല്ലാ ടെക്സ്റ്റും നമ്മൾ റെഫർ ചെയ്തിട്ട് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തേക്കുന്ന നോട്ട്സ് ആണ്. വേണമെന്നുള്ളവര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്റെ ഇൻസ്റ്റാ ഐഡിയും അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തേക്കാം. ജസ്റ്റ് എനിക്ക് DM ചെയ്താൽ മതി, ഞാൻ നോട്ട്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം തരാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് സേലിയൻ ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്ന് നോക്കാം. അതാണ് ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ഫീച്ചേഴ്സ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഒരു ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. The Constitution of India established is federal system of government. It contains all the usual features of federation. അതായത് ഒരു ഫെഡറേഷന്റെ എല്ലാ യൂഷ്വൽ ഫീച്ചേഴ്സും എന്തിലുണ്ട്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ട്. അതായത് എന്തൊക്കെയാണ് ഫെഡറൽ ഫീച്ചേഴ്സ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഫെഡറൽ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് 2 ഗവൺമെന്റ്സ്, ഡിവിഷൻ ഓഫ് പവേഴ്സ്, written constitution, rigidity of the constitution, supremacy of the constitution, rigidity സെക്കൻഡ് ഞാൻ റിപ്പീറ്റ് എഴുതി വെച്ചു, സോറി, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. എന്തൊക്കെയാണ് ഫെഡറൽ ഫീച്ചേഴ്സ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുള്ള ഫെഡറൽ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ് ഒന്നുകൂടി നോക്കാം. 2 ഗവൺമെന്റ്സ്, ഡിവിഷൻ ഓഫ് പവേഴ്സ്, written constitution, rigidity of the constitution, supremacy of the constitution, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. ഇതുകൊണ്ട് എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് കുറെ അധികം ഫെഡറൽ ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ യൂണിറ്ററി ഫീച്ചേഴ്സ് ഉണ്ട്, അതായത് നോൺ ഫെഡറൽ ഫീച്ചേഴ്സും ഇഷ്ടം പോലെ ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതാണ് സ്ട്രോങ് സെന്റർ, സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ, എമർജൻസി പ്രൊവിഷൻസ്, ഓൾ ഇന്ത്യ സർവീസസ്. ഇതൊക്കെയാണ് എന്ത് യൂണിറ്ററി അല്ലെങ്കിൽ നോൺ ഫെഡറൽ ഫീച്ചേഴ്സ്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള യൂണിറ്ററി ഓർ നോൺ ഫെഡറൽ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? സ്ട്രോങ് സെന്റർ, സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ, എമർജൻസി പ്രൊവിഷൻസ്, ഓൾ ഇന്ത്യ സർവീസസ്. അപ്പൊ നാലാമത്തെ സേലിയൻ ഫീച്ചർ എന്താണ്? ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ഫീച്ചേഴ്സ്. ഇനി നോക്കാം അഞ്ചാമത്തെ സേലിയൻ ഫീച്ചർ ഏതാണ്? പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. നമ്മുടെ ജസ്റ്റ് ഇതിൽ ഒത്തിരി ഒന്നും പഠിക്കാനല്ല, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. പാർലമെന്ററി സിസ്റ്റം ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത്. ഇത് എന്തൊന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്? വെസ്റ്റ്മിനിസ്റ്റർ മോഡൽ ഓഫ് ഗവൺമെന്റ് എന്നറിയപ്പെടുന്നു. പാർലമെന്ററി സിസ്റ്റം ഈസ് ഓൾസോ നോൺ ആസ് ദ വെസ്റ്റ്മിനിസ്റ്റർ മോഡൽ ഓഫ് ഗവൺമെന്റ് എന്നും അറിയപ്പെടുന്നു. അത്ര ഓർത്ത് വെച്ചാൽ മതി. ഇനി ഫീച്ചേഴ്സ് ഓഫ് പാർലമെന്ററി ഗവൺമെന്റ്. ഈ പാർലമെന്ററി ഗവൺമെന്റിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതാണ് പ്രസൻസ് ഓഫ് നോമിനൽ ആൻഡ് റിയൽ എക്സിക്യൂട്ടീവ്. എന്തുണ്ടാവും? അവിടെ ഒരു നോമിനൽ എക്സിക്യൂട്ടീവും ഉണ്ടാവും, ഒരു റിയൽ എക്സിക്യൂട്ടീവും ഉണ്ടാവും. പിന്നെ മജോറിറ്റി പാർട്ടി റൂൾ. ഏത് പാർട്ടിക്കാണോ കൂടുതൽ വോട്ട് കിട്ടുന്നത് ആ ഒരു പാർട്ടി റൂൾ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. മെമ്പർഷിപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലൊക്കെ എന്താണ് മെമ്പർഷിപ്പ്, മിനിസ്റ്റേഴ്സിന്റെ മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കും. ഇതെന്താണ് ഒരു പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിന്റെ ഫീച്ചേഴ്സ് ആണ്. പിന്നെ ഡിസൊല്യൂഷൻ ഓഫ് ദ ലോവർ ഹൗസ്, അതായത് ലോക്സഭ. ഇതൊക്കെയാണ് എന്ത് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിന്റെ ഫീച്ചേഴ്സ് വരുന്നത്. അപ്പൊ അഞ്ചാമത്തെ സേലിയൻ ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്. നമുക്ക് ആറാമത്തെ സേലിയൻ ഫീച്ചർ ഏതാണെന്ന് നോക്കാം. അതാണ് സിന്തസൈസ് ഓഫ് പാർലമെന്ററി സോവറിനിറ്റി ആൻഡ് ജുഡീഷ്യൽ സുപ്രീമസി. ആറാമത്തെ ഫീച്ചർ എന്താണ്? സിന്തസൈസ് ഓഫ് പാർലമെന്ററി സോവറിനിറ്റി ആൻഡ് ജുഡീഷ്യൽ സുപ്രീമസി. ഈ സോവറിനിറ്റി ഓഫ് പാർലമെന്റ് എന്നുള്ള ഐഡിയ എടുത്തിരിക്കുന്നത് എവിടുന്നാണ്? ബ്രിട്ടീഷ് പാർലമെന്റിൽ നിന്നാണ്. അതുപോലെ തന്നെ ജുഡീഷ്യൽ സുപ്രീമസി എന്നുള്ള ഐഡിയ ബേസ് ചെയ്തിരിക്കുന്നത് അമേരിക്കൻ സുപ്രീം കോർട്ടിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓർത്തു വെക്കുക, സോവറിനിറ്റി ഓഫ് പാർലമെന്റ് എന്നുള്ള ഐഡിയ ബേസ് ചെയ്തിരിക്കുന്നത് ബ്രിട്ടീഷ് പാർലമെന്റിനെയാണ്. അതുപോലെ തന്നെ ജുഡീഷ്യൽ സുപ്രീമസി എന്നിട്ടുള്ള ഐഡിയ ബേസ് ചെയ്തിരിക്കുന്നത് അമേരിക്കൻ സുപ്രീം കോർട്ടിനെയാണ്. ഇത് ഓർത്തു വെക്കുക. ആറാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചു. ഇനി ഏഴാമത്തെ ഫീച്ചർ ഏതാണെന്ന് നോക്കാം. ഇന്റഗ്രേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. ഏഴാമത്തെ സേലിയൻ ഫീച്ചർ ഏതാണ്? ഇന്റഗ്രേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി.
ജുഡീഷ്യൽ സിസ്റ്റത്തിന് ടോപ്പിൽ വരുന്ന ഏതാണ്? സുപ്രീം കോർട്ടാണ്. ഹൈക്കോർട്സ് സ്റ്റേറ്റ് ലെവലിലെ ഹൈക്കോർട്സ് ഉണ്ട്, ഡിസ്ട്രിക്ട് ലെവലിലെ ഡിസ്ട്രിക്ട് കോർട്സ് ഉണ്ട്, പിന്നെ അവിടെ തന്നെ എന്തുണ്ട്? അതർ ലോവർ കോർട്സും ഉണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക സ്ട്രക്ചർ. സുപ്രീം കോർട്ടാണ് ഏറ്റവും ഹയസ്റ്റ് വരുന്നത്. പിന്നെ ഹൈക്കോർട്സ് ഉണ്ട്, അത് സ്റ്റേറ്റ് ലെവലില്. ഡിസ്ട്രിക്ട് കോർട്സ് ഉണ്ട്, അതുപോലെ തന്നെ അതർ ലോവർ കോർട്സും ഉണ്ട്. ജസ്റ്റ് അതൊന്ന് ഓർത്തു വെക്കുക. സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഫെഡറൽ കോർട്ടാണ്. അതായത് സുപ്രീം കോർട്ട് എന്താണ്? ദി ഗ്യാരണ്ടർ ഓഫ് ദ എഫ് ആണ് എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദ സിറ്റിസൺസ് ആൻഡ് ഗാർഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. സുപ്രീം കോർട്ടാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? ഗാർഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓർത്ത് വെക്കുക. ഗാർഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? സുപ്രീം കോർട്ടാണ് ഗാർഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ തന്നെ ഗ്യാരണ്ടർ ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദ സിറ്റിസൺസ് ടു ദ സിറ്റിസൺസ് ആരാണ്? അതും സുപ്രീം കോർട്ടാണ്. സുപ്രീം കോർട്ട് എന്താണ്? ഫെഡറൽ ആണ്, ഫെഡറൽ കോർട്ടാണ്. അതുപോലെ തന്നെ ഗ്യാരണ്ടർ ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. സിറ്റിസൺസിന് ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? സുപ്രീം കോർട്ട്സ് ആണ്. അത് പ്രൊവൈഡ് ചെയ്യുന്നതല്ല, ഗ്യാരണ്ടി ചെയ്യുന്നത് ആരാണ്? സുപ്രീം കോർട്ടാണ്. അതുപോലെ തന്നെ സിറ്റിസൺസിന് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഗാർഡിയൻ എന്നറിയപ്പെടുന്നതും ആരാണ്? അതും സുപ്രീം കോർട്ടാണ്. പിന്നെ ഈ സുപ്രീം കോർട്ടിന്റെ എക്സ്പെൻസസ് ഒക്കെ എവിടെ നിന്നാണ് എടുക്കുന്നത്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് സുപ്രീം കോർട്ടിന്റെ എക്സ്പെൻസസ് ഒക്കെ എടുക്കുന്നത്. അപ്പൊ 7ാമത്തെ സാലിയൻ ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? ഇന്റഗ്രേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. ഓർത്തുവെക്കുക, സുപ്രീം കോർട്ടാണ് ഹയസ്റ്റ് വരുന്നത്. പിന്നെ കൂടാതെ സ്റ്റേറ്റ് ലെവലില് ഹൈക്കോർട്സ് ഉണ്ട്, ഡിസ്ട്രിക്ട് ലെവലില് ഡിസ്ട്രിക്ട് കോർട്സ് ഉണ്ട്, അത് ലോവർ കോർട്സും ഉണ്ട്. 8ാമത്തെ സാലിയൻ ഫീച്ചർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്ന് നോക്കാം. അതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇത് നമ്മളൊരു ചാപ്റ്റർ ആയിട്ട് പഠിക്കുന്നുണ്ട്. എന്നാൽ കൂടിയും പറയാം. ദി ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ മെന്റ് ഫോർ പ്രൊമോട്ടിംഗ് ദ ഐഡിയ ഓഫ് പൊളിറ്റിക്കൽ ഡെമോക്രസി. പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ന ഐഡിയ പ്രൊമോട്ട് ചെയ്യാനായിട്ടാണ് എന്ത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉള്ളത്. ദേ ക്യാൻ ഓൾസോ ബി സസ്പെൻഡഡ് ഡ്യൂറിംഗ് ദ ഓപ്പറേഷൻ ഓഫ് ഇൻ നാഷണൽ എമർജൻസി. അതായത് ഒരു നാഷണൽ എമർജൻസിയുടെ ടൈമിൽ എന്ത് ചെയ്യാം? ഫണ്ടമെന്റൽ റൈറ്റ്സിനെ നമുക്ക് സസ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. മീൻസ് സസ്പെൻഡ് ചെയ്യപ്പെടാം. പക്ഷേ ഏത് രണ്ട് കാര്യങ്ങൾ അതിൽ സസ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഏതാണ്? ആർട്ടിക്കിൾ 20 ആൻഡ് 21. ആർട്ടിക്കിൾ 20 ആൻഡ് 21 എന്താണെന്ന് നമുക്ക് നോക്കാം. അത് രണ്ടും എന്താണ്? സസ്പെൻഡ് ചെയ്യപ്പെടാൻ പറ്റത്തില്ലാത്തതാണ്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് വരുന്നത് ആർട്ടിക്കിൾ 40 to 32 വരെയുള്ള റൈറ്റ്സ് ആണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കിപ്പോ അതേതൊക്കെയാന്നേ. റൈറ്റ് ടു ഇക്വാലിറ്റി. ഇക്വാലിറ്റി റൈറ്റ്സ് ഏതിനകത്താണ് വരുന്നത്? ആർട്ടിക്കിൾ 40 to 18. അതായത് 14 തൊട്ട് 18 വരെ വരുന്നതാണ് എന്ത്? റൈറ്റ് ടു ഇക്വാലിറ്റി. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. പിന്നെ രണ്ടാമത്തെയാണ് റൈറ്റ് ടു ഫ്രീഡം. അത് ആർട്ടിക്കിൾ 19 to 22 വരുന്ന. ആർട്ടിക്കിൾ 19 തൊട്ട് 22 വരെ ഉള്ളതിനകത്ത് എന്താണുള്ളത്? റൈറ്റ് ടു ഫ്രീഡം. അതിനകത്താണ് എന്ത് പറയുന്നത്? നമ്മുടെ ആർട്ടിക്കിൾ 20 ആൻഡ് 21. അതൊരിക്കലും നമുക്ക് എമർജൻസി പ്രൊവിഷന്റെ ടൈമിൽ പോലും സസ്പെൻഡ് ചെയ്യപ്പെടാൻ പറ്റാത്ത റൈറ്റ് ആണ്. അതേത് റൈറ്റ് ആണ്? റൈറ്റ് ടു ഫ്രീഡത്തിൽ വരുന്ന റൈറ്റ്സ് ആണ്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കും. പിന്നെ മൂന്നാമതായിട്ട് വരുന്നതാണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. അത് ഏത് ആർട്ടിക്കിളിലാണ് വരുന്നത്? അത് ആർട്ടിക്കിൾ 23, 24 വരുന്നതാണ് എന്ത്? റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. പിന്നെ വരുന്നത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. ആർട്ടിക്കിൾ 25 to 28 വരുന്നതാണ് എന്ത്? റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ വരുന്നത്. പിന്നെ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. അത് ഇതിനകത്താണ് വരുന്നത്? ആർട്ടിക്കിൾ 29 to 30 വരുന്നത്. 29 and 30 ആണ് എന്ത്? കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾസ്. പിന്നെ ഉള്ളതാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അതാണ് എന്ത്? ആർട്ടിക്കിൾ 32 വരുന്നത്. അങ്ങനെ ആർട്ടിക്കിൾ 14 to 32 ആണ് എന്ത്? നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ വരുന്നത്. ഇനി അടുത്ത സേലന്റ് ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാന്ന് നോക്കാം. അതാണ് DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. BR അംബേദ്കർ DPSPനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? DPSP ഈസ് എ നോവൽ ഫീച്ചർ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു നോവൽ ഫീച്ചർ ആണ് DPSP എന്നാണ് BR അംബേദ്കർ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ DPSP എവിടെയാണ് ഉള്ളത്? ഏത് പാർട്ടിലാണ്? കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് പാർട്ടിലാണ് വരുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതേണ്ട. അതിനുള്ള ആൻസർ ആണ് പാർട്ട് 4 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എവിടെയാണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 4 കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിനെ 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സോഷ്യലിസ്റ്റ്, ഗാന്ധിയൻ ആൻഡ് ലിബറൽ ഇന്റലക്ച്വൽ
ലിബറൽ, ഇന്റലക്ച്വൽ ഒരുമിച്ചാണ് എന്താണ് ക്ലാസ്, അങ്ങനെ മൂന്നായിട്ടാണ് എന്താണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പം എന്താണ് 9ാമത്തെ സേലിയൻ ഫീച്ചർ ആണ് DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അത് പാർട്ട് 4 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ക്ലാസിഫിക്കേഷൻ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: സോഷ്യലിസ്റ്റ്, ഗാന്ധിയൻ ആൻഡ് ലിബറൽ, ഇന്റലക്ച്വൽ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഫീച്ചർ ഏതാണെന്ന് നോക്കാം. ഇതിന്റെയൊക്കെ നോട്ട്സ് ഞാൻ നല്ല രീതിക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സോ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് മെസ്സേജ് ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റ ഐഡിയും വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും ഞാൻ കൊടുത്തേക്കാമേ. ഓക്കെ, നെക്സ്റ്റ് സെലിയൻ ഫീച്ചർ ആണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഫണ്ടമെന്റൽ എന്താണ് ഡ്യൂട്ടീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി എന്താ പറയാ വിശദീകരിച്ച് ഇത് പറയാത്തത്. എന്നാലും നമുക്ക് എന്താണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നോക്കാം. അതിന്റെ അത്യാവശ്യം പഠിച്ചു നോക്കേണ്ട പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനകത്ത് ഡ്യൂട്ടീസ് 1975-77 ആ ഒരു ടൈമിലെ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് പ്രകാരം ആഡ് ചെയ്ത ഒന്നാണ് എന്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഈ 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് എന്തെന്ന് അറിയപ്പെടുന്നു? ആദ്യം നമ്മൾ പഠിച്ചു, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്ന അമെന്റ്മെന്റ് ആക്ട് ആണ് എന്ത് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട്. ഓർത്തു വെക്കുക, ഫണ്ടമെന്റൽ റൈറ്റ്സ് 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് പ്രകാരം ആഡ് ചെയ്യപ്പെട്ടതാണ്. പിന്നെ പാർട്ട് 4A അതിലാണ് എന്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പാർട്ട് 4ൽ എന്താണെന്ന് പഠിച്ചു? DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആണ് പാർട്ട് 4ലുള്ളത്. പാർട്ട് 4A എന്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അതുപോലെ തന്നെ ഇതിന്റെ നേച്ചർ എന്താണ്? നോൺ ജുഡീഷ്യബിൾ ഇൻ നേച്ചർ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും DPSPനെ പോലെ തന്നെ നോൺ ജുഡീഷ്യബിൾ ഇൻ നേച്ചർ ആണ്. ഓക്കെ, അപ്പം 10th ഫീച്ചർ എന്താണ്? 10th സേലിയൻ ഫീച്ചർ എന്താണ്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഇനി 11ാമത്തെ സേലിയൻ ഫീച്ചർ ഏതാണെന്ന് നോക്കാം. അതാണ് സെക്യുലർ സ്റ്റേറ്റ്. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. സെക്യുലർ സ്റ്റേറ്റ് എന്താണ്? ആർട്ടിക്കിൾ നമ്മുടെ റിലീജിയസ് റൈറ്റ്സ് ഓർത്തു വെച്ചാൽ മതി. അതായത് കാസ്റ്റ്, സെക്സ്, റിലീജിയൻ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളുടെ ബേസിസിലും ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല. അതാണ് ഡിസ്ക്രിമിനേഷൻ പാടില്ല. അത് ഇക്വാലിറ്റി, റൈറ്റ് ടു ഇക്വാലിറ്റി ആണ്. അതുപോലെ തന്നെ ഒരു എന്താ പറയാ the state shall not discriminate any citizen on grounds of religion. റിലീജിയന്റെ ബേസിൽ ഒരു സിറ്റിസണെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുത് എന്നുണ്ട്. അതാണ് ആർട്ടിക്കിൾ 15 പറയുന്നത്. അതുപോലെ തന്നെ ദ ടേം സെക്യുലർ വാസ് ആഡഡ്. ഓക്കെ, പ്രിയാമ്പിൾ ഈ സെക്യുലർ എന്നുള്ള വാക്ക് ആഡ് ചെയ്തത് എങ്ങനെയാണ്? 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് പ്രകാരമാണ്. അതാണ് എന്തെന്നറിയപ്പെടുന്നത്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ സെക്യുലർ സ്റ്റേറ്റ് എന്താണ്? ഏതൊരു റിലീജിയനും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള റിലീജിയൻ പ്രാക്ടീസ് പ്രൊഫസ് ചെയ്യാനുള്ള ഒരു കാര്യം, അതാണ് എന്ത് സെക്യുലർ സ്റ്റേറ്റ് എന്നുള്ള പോയിന്റിൽ വരുന്നത്. ഇനി 12ാമത്തെ ആണ് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്. അതെന്താണ്? വോട്ടവകാശം. അതായത് 18 വയസ്സിന് മേലുള്ള ആർക്കും എന്ത് ചെയ്യാൻ പറ്റും? വോട്ട് ചെയ്യാൻ പറ്റും. അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല. കാസ്റ്റിന്റെയോ റേസിന്റെയോ റിലീജിയന്റെയോ സെക്സിന്റെയോ ഇല്ലിറ്ററസിയുടെയോ വെൽത്തിന്റെയോ അങ്ങനെ ഒരു കാര്യത്തിന്റെ ബേസിലോ ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല. 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാൻ പറ്റും. അതിനുള്ള അവകാശമാണ് എന്ത് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത്. പണ്ട് എങ്ങനെയായിരുന്നു? 21 വയസ്സിന് മുകളിലുള്ളവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അത് കഴിഞ്ഞ് അത് മാറ്റിയിട്ട് അത് റെഡ്യൂസ് ചെയ്തു. എത്രയാക്കി? 18 വയസ്സിന് മേലുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാക്കി. ഒരു ഡിസ്ക്രിമിനേഷനും പാടില്ല. കാസ്റ്റ്, റിലീജിയൻ, റേസ്, സെക്സ്, ലിറ്ററസി, വെൽത്ത് അതിന്റെ ഒന്നും മേലുള്ളൊരു പേരിലൊരു ഡിസ്ക്രിമിനേഷൻ അവിടെ പാടില്ല എന്നുണ്ട്. ഓക്കെ, ഇനി 13ാമത്തെ സേലിയൻ ഫീച്ചർ ആണ് സിംഗിൾ സിറ്റിസൺഷിപ്പ്. അതായത് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ്. അവിടെ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഇല്ല. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ്. പിന്നെ ഫീച്ചർ ഓർത്ത് വെച്ചാൽ മതി. സേലിയൻ ഫീച്ചർ ഏതാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. അതുപോലെ തന്നെ 14ാമത്തെ സേലിയൻ ഫീച്ചർ ആണ് ഇൻഡിപെൻഡന്റ് ബോഡീസ്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എന്തുണ്ട്? കുറച്ചധികം ഇൻഡിപെൻഡന്റ് ബോഡീസ് ഉണ്ട്. നമുക്ക് ഏതൊക്കെ 2-3 ഇൻഡിപെൻഡന്റ് ബോഡീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. എന്തിനു വേണ്ടിയാണ് UPSC ഉള്ളത്? സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ഓഫ് സെവൻസ്, അതായത് സിവിൽ സെവൻസ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് എന്ത് നടത്തുന്നതാണ്? സെലക്ഷനും റിക്രൂട്ട്മെന്റും നടത്തുന്നതാണ്. സെൻട്രൽ ഗവൺമെന്റിലേക്കുള്ള സിവിൽ സർവൻസിന്റെ സെലക്ഷനും റിക്രൂട്ട്മെന്റിനും വേണ്ടിയാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഉള്ളത്.
അതുപോലെ തന്നെ SPSC സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ സ്റ്റേറ്റ് ഗവൺമെന്റിലേക്കുള്ള കാൻഡിഡേറ്റ്സിന്റെ സെലക്ഷനും റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടാണ് എന്ത് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഉള്ളത്. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നതാണ്. അതുപോലെ CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. CAG എന്താണ് സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ എന്താണ് ഓഡിറ്റ്സ് ആൻഡ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നതാണ് CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ഈ UPSC SPSC ഇലക്ഷൻ കമ്മീഷൻ CAG എന്നുള്ള ഇതെല്ലാം നമ്മൾ എവിടെ പഠിക്കുന്നുണ്ട് വരുന്ന വേറെ എന്താ പറയാ ചാപ്റ്റേഴ്സ് ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. ഓക്കെ, ഇനി 15ാമത്തെ സെലിയൻ ഫീച്ചർ ആണ് എമർജൻസി പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. ഇതില് ടൈപ്സ് ഓഫ് എമർജൻസി, എത്ര ടൈപ്സ് എമർജൻസി ആണുള്ളത്? നാഷണൽ, സ്റ്റേറ്റ് ആൻഡ് ഫിനാൻഷ്യൽ. 3 ടൈപ്പ് ഓഫ് എമർജൻസീസ് ആണുള്ളത്. നാഷണൽ, സ്റ്റേറ്റ്, ഫിനാൻഷ്യൽ. ഏതൊക്കെയാണ് 3 ടൈപ്സ് ഓഫ് എമർജൻസീസ്? നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി ആൻഡ് ഫിനാൻഷ്യൽ എമർജൻസി. അപ്പം ഇതിൽ നമ്മൾ പഠിച്ച സെലിയൻ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? സെക്യുലർ സ്റ്റേറ്റ്, യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്, സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഇൻഡിപെൻഡന്റ് ബോഡീസ്, എമർജൻസി പ്രൊവിഷൻസ്. ഇനി നെക്സ്റ്റ് സെലിയൻ ഫീച്ചർ ഏതാണെന്ന് നോക്കാം. 3-tier ഗവൺമെന്റ് ആണ്. അതായത് ഒരു ലോക്കൽ ഗവൺമെന്റ് ഉണ്ടാവും, പഞ്ചായത്ത് ഉണ്ടാവും, മുനിസിപ്പാലിറ്റീസ് ഉണ്ടാവും. അതാണ് എന്ത് 16th, അതായത് 16ാമത്തെ സെലിയൻ ഫീച്ചർ. ഇനി 17ാമത്തെ, ഓക്കെ, ഈ ലോക്കൽ ഗവൺമെന്റ്, പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റീസ് എന്നുള്ള ഈ 3-tier ഗവൺമെന്റ് എങ്ങനെയാണ് 73rd ആൻഡ് 74th അമെന്റ്മെന്റ് ആക്ട് പ്രകാരം കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതുവരെ അങ്ങനെ ഒരു 3-tier ഗവൺമെന്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ലായിരുന്നു. ഇനി 17th സെലിയൻ ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്ന് നോക്കാം. അതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതായത് ഒന്നുമില്ല, 97ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് പ്രകാരം 2011 വന്നതാണ്. ആ ആക്ട് പ്രകാരം എന്ത് ചെയ്യാൻ പറ്റും? കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോം ചെയ്യാമെന്ന് കൊണ്ടുവന്നു. അതാണ് എന്ത് 17th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട്, കോൺസ്റ്റിറ്റ്യൂഷനിലെ സാലിയൻ ഫീച്ചർ എന്ന് പറയുന്നത്. 17th സാലിയൻ ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സോ അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടി നമുക്ക് നോക്കാം ഏതൊക്കെയാണ് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന്. ഒന്നാമത്തെ ഫീച്ചർ ആണ് ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. എഴുതപ്പെട്ട ഭരണഘടനയിലെ ഏറ്റവും ലെങ്ത് ഉള്ളത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. പിന്നെ രണ്ടാമത്തേതാണ് ഡ്രോൺ ഫ്രം വേരിയസ് സോഴ്സസ്. മൂന്നാമത്തെയാണ് ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. നാലാമത്തെ ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ഫീച്ചേഴ്സ്. അഞ്ചാമത്തെ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്. ആറാമത്തെ സിന്തസിസ് ഓഫ് പാർലമെന്ററി ആൻഡ് സോവേണിറ്റി ആൻഡ് ജുഡീഷ്യൽ സുപ്രീമസി. ഏഴാമത്തെ ഇന്റഗ്രേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. എട്ടാമത്തെ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഒമ്പതാമത്തെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. പത്താമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. 11ാമത്തെ സെക്യുലർ സ്റ്റേറ്റ്, യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്, സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഇൻഡിപെൻഡന്റ് ബോഡീസ്, എമർജൻസി പ്രൊവിഷൻസ്. ഇനി 16ാമത്തെ 3-tier ഗവൺമെന്റ്. 17ാമത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട്. ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു നെയിം പഠിച്ചു വെക്കുക, എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക, അത്രേ ഉള്ളൂ. ജസ്റ്റ് സാലിയൻ ഫീച്ചേഴ്സ് എന്താണെന്നൊന്ന് പഠിച്ചു വെക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ സീരിയസിന് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ആ ഒരു രീതിയിലാണ് നമ്മൾ ക്ലാസ്സസ് എടുക്കുന്നത്. അപ്പം നോട്ട്സ് അവൈലബിൾ ആണ്. ഒന്നുകൂടി പറയാം, നോട്ട്സ് അവൈലബിൾ ആണ്. വേണമെന്നുള്ളവരെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കമന്റ്സിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാ ഐഡിയും വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും പിൻ ചെയ്തേക്കാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നോട്ട്സ് വേണ്ടവർ എന്നെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പം വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വീഡിയോസ് ഉണ്ടാവും. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.